ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ തിരക്കായി നിൽക്കുന്ന ലേഡീസ്, ഡ്രൈവ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന 1-2 ഫങ്ഷൻസ്, മറ്റ് സ്മാർട്ട് വാച്ചുകളിലൊന്നും കാണാത്ത 1-2 എക്സ്ട്രാ ഫങ്ഷൻസ് ഈ സ്മാർട്ട് വാച്ചിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ക്യാഷ് കൊടുത്ത് മേടിച്ചതും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളച്ചുകെട്ടിനൊന്നും നിൽക്കുന്നില്ല, വീഡിയോ കാണാം. ലെറ്റ്സ് വാച്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പിൻ്റെ സമയമായതുകൊണ്ട് ഒരു കീ ചെയിൻ തന്നിട്ടുണ്ട്. പിന്നെ ബോക്സിലുള്ളത് നമ്മുടെ വാച്ചിൻ്റെ ചാർജറാണ്, വയർലെസ് ചാർജറാണ്. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം ലെങ്ത്തുള്ള വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉറപ്പുള്ള 2 സ്ട്രാപ്പുകളാണ്, 2 ഡിഫറൻറ്റ് കളറിൽ. പിന്നെ അതിൻ്റെ താഴെയുള്ള അതിൻ്റെ യൂസർ മാനുവലാണ്. വാച്ച് അൾട്രാ 8 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യൂസർ മാനുവൽ. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതിപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ എടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷെ മറ്റുള്ള സ്മാർട്ട് വാച്ചുകളിൽ നിന്നും 2-3-4 ഓപ്ഷൻസ് കൂടുതലുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അടുത്തതായിട്ട് ഹൈനോടെക്കോയുടെ തന്നെ ഒരു സൂപ്പർ എയർപോഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതൊരു സോഫ്റ്റ് ടച്ചാണ്, സെൻസർ ടൈപ്പ് വരുന്ന സോഫ്റ്റ് ടച്ച് എയർപോഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഹൈനോടെക്കോയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ശരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം പിടിപാടുള്ള ഒരു കമ്പനി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്മാർട്ട് മേഖലയിൽ ഈ ഹൈനോടെക്കോ. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അൾട്രാ 8 സ്മാർട്ട് വാച്ചാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അൾട്രാ 8 വാച്ചുകൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ ഉള്ള അത്ര ഫങ്ഷനുള്ള വാച്ചുകൾ കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും കൂടുതൽ ഫങ്ഷൻസ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ശരിക്കും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ബോഡിയൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തൊരു ഗ്ലൈസിങ് ആണെന്നറിയാം അതിൻ്റെ ബോഡിക്കൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ HD സ്ക്രീനാണ് വരുന്നത്. വാച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. നമുക്ക് 5-8 ഡിസ്പ്ലേ ഇവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ച് മാറ്റാം. അതുകൂടാതെ സോഫ്റ്റായിട്ട് നമുക്ക് സ്ക്രീനിലൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് സ്ട്രോങ്ങിലൊന്നും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതിൽ നമുക്കറിയാം അതിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മളെപ്പോഴും സ്മാർട്ട് വാച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ മൊബൈലാണെങ്കിലും ശരി, അതിൻ്റെ ബ്രൈറ്റ്നസ് ഒരു മീഡിയത്തിൽ ഇട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്കത് ഹാൻഡ് ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യാം. സ്ക്രീൻ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം, 5 സെക്കൻഡ് 10 സെക്കൻഡ് എന്നുള്ളത്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്. പിന്നെ അതുപോലെ ഡിസ്പ്ലേയുടെ ഡിസൈന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഷെയ്ക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഷോർട്ട് കട്ട് വഴി തന്നെ ചെയ്യാൻ പറ്റും, മെയിൻ സെറ്റിങ്സിൽ പോവാതെ തന്നെ. മറ്റു വാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനിതിൽ കണ്ട ഒരു കാര്യം ഡ്യുവൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ബ്ലൂടൂത്ത് ഓണാണെങ്കിൽ നമുക്ക് ചില മെസ്സേജുകളും ഫോൺ കോളും ഒക്കെ വരും. മ്യൂസിക് കേൾക്കാനോ സിരി വർക്ക് ചെയ്യിക്കാനോ വോയിസ് നോട്ട് വർക്ക് ചെയ്യിക്കാനോ കഴിയൂല എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ വാച്ച് മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യണം. നമുക്ക് ആദ്യം അതൊന്ന് ചെയ്യാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ QR കോഡ് എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ സ്കാൻ ചെയ്താൽ മതി. നമുക്ക് ആപ്ലിക്കേഷൻ്റെ പേര് അതിൽ സെലക്ട് ആയിട്ട് വരും. ഇപ്പം ഞാൻ ആപ്പിളിലായതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് തന്നെ കണക്റ്റ് ചെയ്യാൻ കഴിയും, ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ആൻഡ്രോയിഡിലാണ് ഇത് കണക്റ്റ് ചെയ്യുന്നത് എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ യൂസർ മാനുവലിലെ ആപ്ലിക്കേഷൻ്റെ പേരുണ്ട്, അതെടുത്തിട്ട് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണം. കുറേ നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയും. അതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയും. നമുക്ക് കൂടുതലും ആപ്പിളിൻ്റെ കണക്ഷൻ ആയതുകൊണ്ട് ആപ്പിൾ അക്കൗണ്ടാണ് നമ്മളവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി അക്കൗണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഡയറക്റ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ടച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും.
അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വാച്ചിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് എടുത്തിട്ട് അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. നമ്മുടെ വാച്ച് അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണക്ട് ചെയ്യണം. ഡ്യുവൽ മോഡ് ഓൺ ആയതുകൊണ്ട് നമുക്ക് വാച്ചും ബ്ലൂടൂത്തും സെപ്പറേറ്റ് നമുക്ക് കണക്ഷൻ കാണിക്കും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, വാച്ച് നമ്മുടെ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മളത് സെർച്ച് ചെയ്ത് നമ്മൾ വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ടത് വാച്ച് ആപ്ലിക്കേഷനുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെ കണക്ഷനും കാര്യങ്ങളൊക്കെ തീർന്നു. 1-2 നോട്ടിഫിക്കേഷൻസ് കൂടി അലോ ചെയ്യാൻ വേണ്ടി പറയും. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് വാച്ച് എന്തായി, കണക്റ്റായി. ഇപ്പോൾ നമ്മുടെ മൊബൈലും വാച്ചും ഓട്ടോമാറ്റിക്കലി സിങ്ക്രണൈസ് ആയി. അതല്ല എന്നുണ്ടെങ്കിൽ മാനുവലി അതിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനും നമുക്ക് വാച്ചിലുണ്ട്. വാച്ച് കണക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് ഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണോ അവിടെ കിടന്ന് നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നതാണ്. നമുക്കത് എന്ത് ചെയ്യാം, ഫോൺ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കത് ഓഫാക്കിയിട്ട് കളയാം. ഇനി ഈ വാച്ചിൻ്റെ മെയിനായിട്ടുള്ള വോയിസ് നോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ യൂട്യൂബ്, ഓപ്പൺ ഇൻസ്റ്റഗ്രാം, ഓപ്പൺ ടിക്ടോക്ക്. ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയും ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും വോയിസ് നോട്ടിലൂടെ. മൊബൈലിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ മൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ തൊട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ബ്രേസ്ലൈറ്റ് സെറ്റിങ്സ് വരുന്നത്. ബ്രേസ്ലൈറ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഫൈൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മളെ വാച്ച് എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞു പോയാലും മറന്നു വെച്ചാലൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്ഷൻ. അതിൻ്റെ താഴെയാണ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെയും, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. SMS-ൻ്റെ ആണെങ്കിലും ഷെയർ ചാറ്റിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്കത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഉള്ളത് അലാറമാണ്. അലാറം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും ഒക്കെ സമയം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് പിന്നെ സെൽഫി ക്യാമറയാണ്. അതായത് ഷെയ്ക്ക് സെൽഫി ക്യാമറ എന്ന് പറയും. നമ്മൾ കയ്യിൽ വാച്ച് കെട്ടിയിട്ട് ജസ്റ്റ് കൈയൊന്നിങ്ങനെ ഇളക്കിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫി എടുക്കാൻ പറ്റും. അതല്ല ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങനെയും ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതൊരു സൂപ്പർ ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ വാച്ചിലും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് ഓട്ടോമാറ്റിക് ഹെർട്ട് റേറ്റ് മെഷർമെൻ്റ് ആണ്. അതിൻ്റെ താഴെ വരുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ് ആണ്. പിന്നെ ലാംഗ്വേജ് സെറ്റിങ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ സിസ്റ്റം ടൈം സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഏത് കയ്യിലാണോ നമ്മളത് കെട്ടുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഷോ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓപ്ഷൻ. അതിൻ്റെ താഴെയാണ് റീസ്റ്റോർ ഫാക്ടറി സെറ്റിങ്സ് വരുന്നത്. ഒന്നുകൂടി ബാക്ക് വന്നിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് സെറ്റിങ്സിൻ്റെ താഴെ ഡയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, നമ്മുടെ ഫോട്ടോയോ നമ്മുടെ ഗാലറിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൽ ആ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് അപ്ലോഡ് ചെയ്യാണ്. കുറച്ച് സമയം എടുക്കും അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ. അത് ആവശ്യമുള്ള വലുപ്പത്തിൽ ക്രോപ്പ് ചെയ്തതിന് ശേഷം സേവ് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അപ്ലോഡായി കിട്ടും. കുറച്ച് സമയം എടുക്കും, കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് വാച്ചിൻ്റെ ഡിസ്പ്ലേയിലൊന്ന് നോക്കാം നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അയ്വാ സംഗതി വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നല്ല ക്ലിയറിൽ തന്നെ നമുക്കൊരു ഡിസ്പ്ലേ ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് 2-3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു ഡിജിറ്റൽ ടൈം കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ താഴെയാണോ മുകളിലാണോ നമുക്ക് ഡേറ്റ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ നടക്കുന്ന സ്റ്റെപ്പിൻ്റെ കൗണ്ടിങ് നമുക്ക് വേണമെങ്കിൽ ഷോ ചെയ്യിക്കാം, അല്ലെങ്കിൽ അത് ഷോ ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഡേറ്റ്, പിന്നെ ടൈം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് എന്ത് ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ ഈ ഒരു ഡിസ്പ്ലേ സെറ്റിങ്സിൽ വരുന്നുണ്ട്. പിന്നെ മൈൻ എന്നുള്ള ഓപ്ഷനിൽ ഏറ്റവും താഴെ കിടക്കുന്നത് ഫോൺ ബുക്കാണ്. നമ്മുടെ മൊബൈലിൽ നിന്ന് കുറച്ച് നമ്പറുകൾ, ഒരു 50 നമ്പറാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വാച്ചിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ 1-2 കോണ്ടാക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ മൊബൈലിലുള്ള കോണ്ടാക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താ പറയുക, വിളിക്കാൻ പറ്റുന്ന പേരുകൾ ആക്കി നമ്മൾ എഡിറ്റ് ചെയ്യണം. ആ പേരുകൾ നമ്മളെ വോയിസ് നോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു നമ്പറിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, മാനുവലി ആയിട്ട് കോൾ ചെയ്യാണ്. വോയിസ് നോട്ട് അല്ലാതെ മാനുവലി കോൾ ചെയ്യാണ്.
അത് കൂടാതെ നമുക്ക് നമ്പർ നമുക്ക് കാണാൻ അറിയുന്ന നമ്പറാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇതിലുണ്ട്. കോണ്ടാക്റ്റ് എടുത്തിട്ട് കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ വോയിസ് നോട്ടായിട്ട് കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊബൈലിൽ പറ്റുന്നത് പോലെ എല്ലാ ഓപ്ഷൻസും നമുക്കിതിലും പറ്റുന്നതാണ്. ഷിഫ്റ്റ് ഫോൺ കോളിംഗ്, ഷിഫ്റ്റ് ഫോൺ കോളിംഗ്. പിന്നെ മറ്റ് സ്മാർട്ട് വാച്ചുകളിലുള്ളത് പോലെയല്ല, നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും അത് ഏതിൻ്റെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ കാണിക്കും. വാട്സപ്പിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ ആണെങ്കിലും നോർമൽ മെസ്സേജ് ആണെങ്കിലും ഒക്കെ നമുക്ക് അതേ ഐക്കൺ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു. അൾട്രായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ബൈ.